വിനയ രാജുണ്ട് വിശേഷങ്ങളുമായിട്ട്. വിനയ, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, അനന്തപുരി ഇപ്പോൾ ഭക്തി സാധ്യമായി മാറിയിരിക്കുകയാണ്. ഭണ്ഡാര അടുപ്പിൽ തീ പകർന്നതോടുകൂടി തന്നെ ആശാ വർക്കർമാരുടെ സമരപന്തലിലും തീ പകർന്നിരിക്കുകയാണ്. ഭക്തി നിർഭയമായ യാഗശാലയായി തിരുവനന്തപുരം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പൊങ്കാല അടുപ്പിൽ ഇപ്പോൾ തീ പകർന്നതോടുകൂടി തന്നെ ആശാ വർക്കർമാരും മറ്റു ഭക്തരടക്കം തന്നെ ഇപ്പോൾ ചട്ടി വെച്ച് പൊങ്കാല ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ. ഇപ്പോൾ അതിനെ ഒരു മണിക്കൂറോളം ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പൊങ്കാല ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. എന്തായാലും തിരുവനന്തപുരം ഇപ്പോൾ ഭക്തി സാധ്യമായി മാറിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഓരോ ആളുകളെ സംബന്ധിച്ചും ഇവിടെ പൊങ്കാല ഇടാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഓരോ ആളുകളെ സംബന്ധിച്ചും അവരുടെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസമാണിത്. ഇതോടെ പൊങ്കാല അർപ്പിക്കുന്നതോടുകൂടി തങ്ങളുടെ ഈ പ്രയാസങ്ങളടക്കം മാറും, തങ്ങൾക്ക് ഈ അമ്മയുടെ അനുഗ്രഹം ലഭിക്കും എന്നൊരു വിശ്വാസമാണ് ഈ ഓരോ പൊങ്കാല ഇടാൻ വന്നവരുടെയും അല്ലെങ്കിൽ ഓരോ പൊങ്കാല ഇടുന്നവരെയും സംബന്ധിച്ചിട്ടുള്ളത്. അത്തരത്തിലാണ് ഭക്തി നിർഭരമായ ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കുന്നത്. രണ്ട് റോഡിന്റെ ഇരുവശത്തുമായി തന്നെ പൊങ്കാല അർപ്പിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ ആശാമാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കൊരു പ്രതീക്ഷയുടെ പൊങ്കാല കൂടിയാണ് ഇത് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. കാരണം അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു വിശ്വാസം അനുസരിച്ചാണെങ്കിൽ തന്നെ തങ്ങൾ ഈ പൊങ്കാല ഇടുന്നതോടുകൂടി തന്നെ തങ്ങളുടെ കഷ്ടപ്പാടുകളും സങ്കടങ്ങളെല്ലാം മാറുമെന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് ആശാ വർക്കർമാരുള്ളത്. അതുകൊണ്ട് തന്നെ ആശാ വർക്കർമാരെ സംബന്ധിച്ച് ഇതൊരു പ്രതീക്ഷയുടെ പൊങ്കാലയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇതൊരു പ്രതീക്ഷയാണ് അവരെ സംബന്ധിച്ച്. ഈ സങ്കടങ്ങളെല്ലാം തന്നെ ഈ കനൽ അല്ലെങ്കിൽ ഈ തീ ആളിപ്പടരുന്നതിന് അനുസരിച്ച് ഈ സങ്കടങ്ങളെല്ലാം തന്നെ തേഞ്ഞു മാഞ്ഞു പോകുമെന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് ആശാ വർക്കർമാരുള്ളത്. തങ്ങളുടെ സങ്കടങ്ങളാണ് ഈ കത്തി അമരുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. അങ്ങനെയാണ് ഈ ആശാ വർക്കർമാരെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഒരു പൊങ്കാല എന്ന് പറയുന്നത്. ഈ പൊങ്കാല ഉണ്ടാക്കുന്നതിനുള്ള തിരക്കിലാണ് ഇനി ഓരോ ഭക്തരും എന്ന് പറയുന്നത്. അമ്മയ്ക്ക് വേണ്ടിയുള്ള നിവേദ്യം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ ഭക്തരും എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ ചട്ടിയിലുള്ള വെള്ളം തിളച്ചു വരുന്ന അല്ലെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് ഇപ്പോൾ അരി ഇടുന്നത്. പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അരി ഇടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അമ്മയെ ധ്യാനിച്ചുകൊണ്ട് തങ്ങളുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ആർക്കും ഒരു ആപത്തും ഉണ്ടാകരുത്, അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിന് നല്ലതുണ്ടാകണം തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് അമ്മയ്ക്കുള്ള ഈ നിവേദ്യം അർപ്പിക്കുന്നത്. ഇത്തവണത്തെ ആശാവർക്കർമാരുടെ പൊങ്കാലയാണെങ്കിലും തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊങ്കാലയാണ്, തങ്ങളുടെ വിഷമങ്ങൾ മാറിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പൊങ്കാലയാണ്. ആശാ വർക്കർ എന്നൊരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ കുടുംബമാണ് ഇന്ന് ഈ പൊങ്കാല ഇടുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആശാ വർക്കർമാരെ സംബന്ധിച്ച് ഇതൊരു പ്രതീക്ഷയുടെ പൊങ്കാലയാണ്. മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു വന്ന ആളുകളും ഇതിനോടകം തന്നെ പൊങ്കാല ഇടാനുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തലസ്ഥാന നഗരി ഇപ്പോൾ പൂർണ്ണമായും ഒരു ഭക്തി സാന്ദ്രമായി മാറിയിരിക്കുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല ഭാഗത്തായി ഭണ്ഡാര അടുപ്പിൽ തീ പകർന്നതോടുകൂടി തന്നെ തലസ്ഥാന നഗരി മൊത്തമായും ഒരു ഭക്തി സാന്ദ്രമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആദ്യമായി പൊങ്കാല ഇടുന്ന ആളുകൾ മുതൽ വർഷങ്ങളായി പൊങ്കാല ഇടുന്ന ആളുകളടക്കം ഇതിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. 50 വർഷം തുടർച്ചയായി പൊങ്കാല ഇടുന്നവരുമുണ്ട്, ആദ്യമായി പൊങ്കാല ഇടുന്നവരുമുണ്ട്. ഈ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ആളുകളടക്കം ഈ പൊങ്കാലയ്ക്ക് വേണ്ടി തന്നെ പുറത്തുനിന്നടക്കം ആളുകൾ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് അമ്മയെ അല്ലെങ്കിൽ അമ്മയോടുള്ള വിശ്വാസമാണ്, അമ്മയോടുള്ള സ്നേഹമാണ് ഈ പൊങ്കാലയിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രത്തോളം അല്ലെങ്കിൽ രാവിലെ മുതലുള്ള കാത്തിരിപ്പാണ് ഈ പൊങ്കാല അടുപ്പിൽ തീ പടരുന്നതിന് വേണ്ടിയുള്ള രാവിലെ മുതലുള്ള ആളുകളുടെ കാത്തിരിപ്പാണ്. അതിനാണ് ഇപ്പോൾ വിരാമം വന്നിരിക്കുന്നത്. അമ്മയ്ക്കുള്ള പൊങ്കാലയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയ്ക്കുള്ള നിവേദ്യമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഭക്തജനങ്ങളും അമ്മയ്ക്ക് വേണ്ടിയുള്ള പൊങ്കാലയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുരുന്നുകൾ മുതൽ ഇപ്പോൾ അല്ലെങ്കിൽ പലരും കുടുംബത്തോടൊപ്പമാണ് പൊങ്കാല ഇടുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. കുരുന്നുകളടക്കം തന്നെ പൊങ്കാല നിവേദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അരി അടുപ്പത്തേക്ക് ഇടുക എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള അരി ഇടുക കുരുന്നുകൾ മുതൽ അതിന്
അതിന് പുറമെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചൂട് തന്നെയാണ്. ചൂട് ഇപ്പോൾ അധികരിച്ചിരിക്കുന്ന ഒരു സമയമായിട്ടുണ്ട്. സൂര്യന്റെ ചൂടാണെങ്കിൽ സൂര്യന്റെ ചൂടിന് പുറമെ തന്നെ ഇപ്പോൾ 2 പാക്കങ്ങളിലും പൊങ്കാല അടുപ്പ് കത്തിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ചൂട് കൂടി ഉണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ അടുപ്പുകൾ തമ്മിലൊരു നിശ്ചിത അകലം പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും അതിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ആളുകളുടെ തിരക്ക് മൂലം കൊണ്ട് തന്നെ ഈ അടുപ്പുകൾ തമ്മിൽ വലിയൊരു നിശ്ചിതമായിട്ടുള്ള ഒരു അകലം കാണാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം ആളുകളാണ് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പൊങ്കാലയെ സംബന്ധിച്ചാണെങ്കിൽ ഭക്തജനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. പലരുടെയും സ്വപ്നമാണ് ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുക എന്നുള്ളത് പലരുടെയും സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവിടെ ഈ ചട്ടിയിൽ കാണാൻ സാധിക്കുന്നത്. ഈ പ്രതീക്ഷയുടെ തീനാളമാണ് പലരെ സംബന്ധിച്ചും. ഈ ഒരു തീ എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ തീനാളം തന്നെയാണ് ഉള്ളത്. കാരണം തങ്ങളുടെ വിഷമങ്ങളെല്ലാം തന്നെ ഈ കത്തിക്കരിയുന്നത് പോലെ, ഈ വിറകും മറ്റും കത്തിക്കരിയുന്നത് പോലെ തങ്ങളുടെ വിഷമങ്ങളടക്കം തന്നെ കത്തിക്കരിയണം. കൂടാതെ ഈ പൊങ്കാല തിളച്ചു പറയുന്നത് പോലെ പ്രതീക്ഷകൾ തിളച്ചു പറയണം. തങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ തിളച്ചു മറിയണമെന്ന് തന്നെയാണ് ഓരോരുത്തരുടെയും ആഗ്രഹവും ഓരോരുത്തരുടെയും പ്രാർത്ഥനയും. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പൊങ്കാല അടുപ്പിൽ പൊങ്കാല ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊങ്കാലകൾ ഉണ്ടാക്കുന്നത്. ഈ തീ എന്ന് പറയുന്നത് തങ്ങളുടെ വിഷമങ്ങൾ കത്തി അമരുന്നത് പോലെ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് ഈ പൊങ്കാലയുടെ മറ്റൊരു പ്രത്യേകത പറയുന്നത്. പഞ്ചഭൂതങ്ങൾ ഒരുമിച്ചെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പ്രതീക്ഷകളാണ് ഇനി അവർക്കുള്ളത്. ഈ പൊങ്കാല തിളച്ചു മറയുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തിളച്ചു മറയുന്നത് ഒരു പ്രതീക്ഷയുടെ പ്രതീകമായാണ് ഈ ഭക്തജനങ്ങൾ കാണുന്നത്. ഇപ്പോൾ പൊങ്കാലക്കലത്തിലുള്ള വെള്ളത്തിൽ അരിയിടുന്ന കാഴ്ചയാണ് കാണുന്നത്. പലരുടെയും അരി ഇപ്പോൾ അല്ലെങ്കിൽ പലരുടെയും ചട്ടി ഇപ്പോൾ തിളച്ചു വരുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പലതരത്തിലുള്ള നിവേദ്യമാണ് അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. പലതരത്തിലുള്ള അല്ലെങ്കിൽ ഈ നിവേദ്യങ്ങളാണ് പലതരത്തിലാണ് സമർപ്പിക്കുന്നത്. പലരും പ്രാർത്ഥിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവരുടെ ആഗ്രഹ സഫലീകരണം, തങ്ങളുടെ ആഗ്രഹം നടക്കണം, തങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയുള്ള പൊങ്കാലയാണ്, തങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള പൊങ്കാലയാണ്, പ്രതീക്ഷയുടെ പൊങ്കാലയാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പലർക്കും പ്രതീക്ഷയാണ് ഈ പൊങ്കാല എന്ന് പറയുന്നത്. നേരത്തെ MLA KK രമ അടക്കം തന്നെ ഈ ആശാവർക്കർമാരുടെ സമരപ്പന്തൽ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഈ MLA അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത്. ഈ പൊങ്കാല അല്ലെങ്കിൽ സമരം നടത്തുന്ന സംഘടനയുടെ ജാതകം പരിശോധിക്കുകയാണ് സർക്കാർ എന്നും പൊങ്കാല സമർപ്പിച്ചെങ്കിലും കാര്യങ്ങൾ അനുകൂലമാകുമോ എന്ന പ്രതീക്ഷയിലാണ് ഈ ആശാവർക്കർമാർ ഉള്ളത് എന്നും MLA വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ആശാവർക്കർമാർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ പൊങ്കാല തിളച്ചു മറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ പൊങ്കാല തിളച്ചു മറയുന്നത് പോലെ തന്നെ തിളച്ചു മറയുമ്പോൾ ഈ മന്ത്രിമാരുടെ മനസ്സുരുകുമോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ മനസ്സുരുകണം എന്നൊരു പ്രാർത്ഥനയാണ് തങ്ങൾക്കുള്ളത്. ആ പ്രാർത്ഥനയോടെയാണ് ഇത്തവണ പൊങ്കാല ഇടുന്നത് എന്നായിരുന്നു ആശാവർക്കർമാർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ആശാവർക്കർമാർ മാത്രമല്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊങ്കാല ഇടുന്ന നിരവധി ആളുകൾ ഈ സെക്രട്ടേറിയറ്റിന് ചുറ്റുമുണ്ട്. പല ജില്ലകളിൽ നിന്ന് വന്ന ആളുകളാണ് ഈ പൊങ്കാല ഇടുന്നതിന് വേണ്ടി പല ജില്ലകളിൽ നിന്നാണ് ഈ ആളുകൾ തലസ്ഥാന നഗരിയിലേക്ക് എത്തിയിരിക്കുന്നത്. 2-3 ദിവസം കൊണ്ട് തന്നെ 2-3 ദിവസമായി ഈ സ്ഥലത്തെത്തിയിരിക്കുന്ന കാഴ്ചയൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ചേച്ചി, അപ്പൊ ഈ തീയൊക്കെ പടർന്ന് ഇനിയിപ്പോ പൊങ്കാല തിളച്ചു മറയേണ്ട ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ അല്ലേ?